2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ ചേസിന് സാക്ഷിയായി ഈഡൻ ഗാർഡൻസ്. കൂറ്റൻ സ്കോറുകൾ പിറന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 8 വിക്കറ്റിന്റെ അവിശ്വസനീയ ജയം സ്വന്തമാക്കി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉയർത്തിയ 262 റൺസ് എന്ന വിജയലക്ഷ്യമാണ് പഞ്ചാബ് 8 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, IPLന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയം, IPLന്റെ എന്നല്ല T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയത്തിനാണ് ഇന്നലെ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് സാക്ഷ്യം വഹിച്ചത്. കാരണം കൊൽക്കത്ത ഉയർത്തിയ 261 റൺസ് എന്ന ഒരു കൂറ്റൻ വിജയലക്ഷ്യം വളരെ അനായാസം പഞ്ചാബ് കിങ്സ് മറികടക്കുന്നൊരു കാഴ്ചയാണ് ഇന്നലെ നമുക്ക് ഈഡൻ ഗാർഡൻസിൽ കാണാനായത്. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത 261 റൺസ് അടിച്ചു കൂട്ടിയത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് കൊൽക്കത്തയുടെ ബാറ്റേഴ്സിൻ്റെ ഒരു പ്രകടനം തന്നെയാണ്. കൊൽക്കത്തയ്ക്ക് വേണ്ടി തുടക്കത്തിൽ തന്നെ ഫിൽ സാൾട്ടും സുനിൽ നരേനും ചേർന്ന് 132 റൺസിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇരു താരങ്ങളും ചേർന്ന് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് കൊൽക്കത്തയ്ക്ക് ഇന്നലെ അടിത്തറ പാകിയതും അവരുടെ പ്രകടനത്തിൽ അല്ലെങ്കിൽ ഈ കൂറ്റൻ സ്കോറിൽ നിർണായകമായതും. ആ ഒരു 262 റൺസിലേക്ക് അവരുടെ സ്കോർ ഉയർത്താൻ അവർക്ക് നിർണായകമായത് ഈ ഒരു തുടക്കത്തിലെ അവർക്ക് ലഭിച്ച ആ ഒരു മികച്ച കൂട്ടുകെട്ട് തന്നെയാണ്. അതിനുശേഷം പിന്നീട് വന്ന വെങ്കടേഷ് അയ്യർ ആയിക്കോട്ടെ, 23 പന്തിൽ നിന്നും 39 റൺസാണ് വെങ്കടേഷ് അയ്യർ സ്വന്തമാക്കിയത്. 12 പന്തിൽ 24 റൺസ് ആന്ധ്ര റസലും 10 പന്തിൽ 28 റൺസ് ശ്രേയസ് അയ്യരും സ്വന്തമാക്കുന്നൊരു കാഴ്ചയാണ് കാണാനായത്. എന്തായാലും 20 ഓവറിൽ 261 റൺസ് കൊൽക്കത്ത നേടിയപ്പോൾ കൊൽക്കത്ത ഒരുപക്ഷെ വിജയം ഉറപ്പിച്ച് കാണുന്നിരിക്കും. കാരണം അത്രയ്ക്കും ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം, ഇത്രയും വലിയൊരു സ്കോർ ജയിക്കുക എന്ന് പറഞ്ഞാൽ അനായാസമായി സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ് കൊൽക്കത്ത ബൗളിങ്ങിന് ഇറങ്ങിയതും. എന്നാൽ തുടക്കം മുതൽ തന്നെ പഞ്ചാബ് വിജയം ഉറപ്പിച്ച രീതിയിലായിരുന്നു കളി. കാരണം ആദ്യ ഓവറിൽ 20 പന്തിൽ നിന്നും 54 റൺസാണ് തുടക്കത്തിൽ തന്നെ പ്രഭ്സുമാൻ സിംഗ് അടിച്ചു കൂട്ടിയത്. അതുതന്നെയാണ് അവരുടെ അടിത്തറ പാകിയതും ആ ഒരു ചേസിങ്ങിൽ അടിത്തറ പാകിയതും ആ ഒരു ഇന്നിങ്സ് തന്നെയാണ്. 20 പന്തിൽ നിന്നും 54 റൺസാണ് താരം അടിച്ചു കൂട്ടിയത്. തൊട്ട് പിന്നാലെ എത്തിയ ജോണി ബെയർസ്റ്റോ 48 പന്തിൽ 108 റൺസാണ് ജോണി ബെയർസ്റ്റോ സ്വന്തമാക്കിയത്. ഈ ഒരു സെഞ്ചുറി പ്രകടനവും പഞ്ചാബിൻ്റെ വിജയത്തിൽ നിർണായകമായിട്ടുണ്ട്. ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് മറ്റൊന്ന് ശശാങ്ക് സിംഗിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനമാണ്. 10 പന്തിൽ നിന്നും 68 റൺസാണ് ശശാങ്ക് സിംഗ് സ്വന്തമാക്കിയത്. എന്തായാലും ഇന്നലെ T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത്. എന്തായാലും വളരെ ആവേശം നിറഞ്ഞു നിന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തേത്. ദേവിക, ശരി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.